വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം ഇവയെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഒരു കുടുംബത്തിലെ വ്യക്തികൾ പരസ്പരമുള്ള തികഞ്ഞ സൗഹൃദവും സ്നേഹവുമാണ് ആ കുടുംബത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. കുടുംബത്തിലെ വ്യക്തികൾ നന്നായാൽ കുടുംബം നന്നായി. കുറേ കുടുംബങ്ങളിലെ വ്യക്തികൾ പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചാൽ ആ സമൂഹം വിജയിക്കുക തന്നെ ചെയ്യും. ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന സമൂഹങ്ങളാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നത്. വർത്തമാനകാലത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥയാണ് വ്യക്തികൾ പരസ്പരവും കുടുംബങ്ങൾ പരസ്പരവും യാതൊരു സഹകരണവുമില്ലാതെ ഓരോരുത്തരും അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പരക്കം പായുക എന്നത്. ആർക്കും ആരോടും യാതൊരു കടപ്പാടുമില്ല. സ്നേഹവും സൗഹൃദവുമെല്ലാം തന്നെ സ്വന്തത്തോടും സ്വന്തം കുടുംബത്തോടും മാത്രം. ആ കുടുംബം എന്ന് പറയുന്നത് ഭാര്യ, 2 മക്കൾ എന്നിങ്ങനെയുള്ള അണുകുടുംബമായിരിക്കും. ഇത്തരം കുടുംബങ്ങളിൽ പരസ്പരം സൗഹൃദമോ സ്നേഹമോ നിലനിൽക്കുന്നില്ല. സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് അയച്ച് സ്വന്തം ഭാര്യയോടും മക്കളോടുമൊപ്പം മാത്രം ജീവിതം പങ്കിടുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരവസ്ഥയിലാണ് PC കുടുംബത്തിലെ വ്യക്തികൾ പരസ്പരം സഹകരണത്തിൻ്റെ പുതിയ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് സൗഹൃദ സംഗമങ്ങളുമായി മുന്നേറുന്നത്. കുടുംബത്തിൻ്റെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ PC കുടുംബത്തിൽ ഏറെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സ്നേഹസാന്ത്വനം നൽകുന്നതിനായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ PC ഫാമിലി ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നത്. കുടുംബത്തിനകത്തെ സൗഹൃദം വളർത്തിയെടുക്കുന്നതിലൂടെ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ യോഗം സദസ്സിനോട് ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഓരോ വ്യക്തിയും തന്നെ അണുകുടുംബത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എനിക്ക് സ്വന്തം, എൻ്റേത് മാത്രം എന്നുള്ള രൂപത്തിലുള്ള സ്വാർത്ഥമായ ചിന്തകളാണ് നമ്മുടെ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഘട്ടത്തിലാണ് കുടുംബ യോഗങ്ങൾ വളരെ പ്രസക്തമാവുന്നത്. കുടുംബത്തിനകത്ത് സഹോദരിയും സഹോദരനും, ഉമ്മയും മക്കളും, അതുപോലെ തന്നെ പേരമക്കളും ഗ്രാൻഡ് ഫാദേഴ്സും അപ്പൂപ്പന്മാരും തമ്മിലുള്ള സഹകരണം, അതുപോലെ തന്നെ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഇന്ന് നിർഭാഗ്യവശാൽ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കുകയാണ് വളരെ വേദനയോടുകൂടിയിട്ട്. സമ്പത്തിൻ്റെ പിറകെ, അധികാരങ്ങളുടെ പിറകെ പരക്കം പായുന്ന ഒരു സമൂഹമായി നമ്മുടെ കാലഘട്ടം മാറിയിരിക്കുന്നു. ഇങ്ങനെ മതിയോ നമുക്ക് എന്ന് ഓരോരുത്തരും നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. നമ്മുടെയൊക്കെ ജീവിതം വളരെ 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 നിരർത്ഥകമാണ്. വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നിസ്സാരമായ ഒരു രോഗം മതി നമ്മെ ഇല്ലാതാക്കുവാൻ. ഓരോരുത്തരും തിരിച്ചറിയുക, നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ജീവിതമാണ്, ബന്ധങ്ങളാണ്, സൗഹൃദങ്ങളാണ്, സ്നേഹമാണ്. അത് തിരിച്ചു പിടിക്കുവാൻ, നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ, സത്യങ്ങളെ, നന്മകളെ തിരിച്ചു പിടിക്കുവാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ചെറിയ ചിന്ത മാത്രമാണ് പൊട്ടണജാലി ഫാമിലി, PC ഫാമിലി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ വഅലൽ ഫായിസീന ബിദില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ബന്ധുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഈ സദ്യക്ക് ശേഷം ഇവിടെ വീണ്ടും കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഈ വീടിൻ്റെ നായകൻ, ഈ പരിപാടിയുടെ സംഘാടകനായിട്ടുള്ള ഉബൈദ് സാഹിബ് വിവരിച്ചു കഴിഞ്ഞു. ഏകദേശം എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ സ്വാഗത പ്രസംഗം എന്നുള്ളതാണെങ്കിലും ആ കർത്തവ്യവും അദ്ദേഹം തന്നെ നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഓരോ വ്യക്തിയെയും ക്ഷണിച്ചുകൊണ്ട് ഓരോരുത്തർക്കും സ്വാഗതം പറഞ്ഞു ആ ചടങ്ങ് വാസ്തവത്തിൽ നിർവഹിക്കപ്പെട്ടതുപോലെയാണ് ഇരിക്കുന്നത്. ഏതായാലും ക്ഷണിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും 2 വാക്ക് പറയുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചുള്ളത്. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി നമ്മുടെ തന്നെ ഈ PC കുടുംബത്തിൽപ്പെട്ട MM നദീവ് സാഹിബ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ അധ്യക്ഷവേദി അലങ്കരിക്കുന്നത് നമ്മുടെ എളാപ്പ സുലൈമാൻ മദനി സാഹിബാകുന്നു. അതുപോലെ ഈ യോഗത്തിൽ
നമ്മെ അഭിസംബോധന ചെയ്ത് കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ തന്നെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ തന്നെ കുടുംബത്തിൽ പ്രഗത്ഭ പണ്ഡിതനായിട്ടുള്ള ഈ അബ്ദുസ്സലാം സുല്ലമി ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. 1500ഓളം അംഗങ്ങളുള്ള PC കുടുംബത്തിലെ പ്രധാനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സാലിഹ മൻസിൽ നടന്ന പരിപാടിയിൽ PC സുലൈമാൻ മദനി അധ്യക്ഷത വഹിച്ചു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇതുപോലെയുള്ള വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഉബൈദു ഇടയ്ക്ക് റിയാദിൽ നിന്ന് വരും. അന്നെല്ലാം ഇങ്ങനെ ഒരു കുടുംബസംഘം ഉണ്ടാക്കും. ഇതിനു മുമ്പ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബസംഘം ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നു. അന്ന് പല തീരുമാനങ്ങൾ നമ്മളെടുത്തു. ഈ കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ കുടുംബങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തീരുമാനമെടുത്തു എന്നുള്ളതല്ലാതെ സമയബന്ധിതമായി ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടില്ല. എന്നാൽ ഈ തീരുമാനങ്ങൾ എല്ലാം തന്നെ വ്യക്തിപരമായി നമ്മുടെ കുടുംബത്തിൽ പരമാവധി നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. സംഘടിതമായ ഒരു രീതിയിലല്ല എന്ന് മാത്രം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം ഇളയൂരിൽ നിന്ന് ഞങ്ങളുടെ പിതാവിൻ്റെ പിതാവ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന് പറയും. അദ്ദേഹം ഇളയൂരിൽ നിന്ന് ഒതായിലേക്ക് സ്ഥലം മാറി വന്നു. അവിടെ വെച്ചാണ് ഞങ്ങളുടെ പിതാവ്, വലിയ പിതാവ് PC മുഹമ്മദ് ഹാജി ജനിച്ചത്. PC മുഹമ്മദ് ഹാജി അദ്ദേഹത്തിന് പ്രായപൂർത്തിയായി കല്യാണം കഴിഞ്ഞതിന് ശേഷം 1-2 കുട്ടികളുണ്ടായതിനു ശേഷമാണ് ഇടവണ്ണയിലേക്ക് ചേക്കേറിയത്. ഇവിടെ നിന്നുണ്ടായതാണ് നമ്മുടെ ഈ കുടുംബത്തിൽ അധിക ഭാഗവും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇളയൂരാണ് നമ്മുടെ ജന്മസ്ഥലം. ഇളയൂരിൽ നിന്നാണ് പൊട്ടൻചാലി കുണ്ട് എന്നൊരു സ്ഥലമുണ്ട് ഇളയൂർ. ഇവിടെ PC കോളനി എന്ന് പറയുന്ന മാതിരി തന്നെ പൊട്ടൻചാലിക്കുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ കുടുംബം ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കായി പോയിട്ടുള്ളത്. പ്രമുഖ മതപണ്ഡിതനും എഴുത്തുകാരനും വാഗ്മിയുമായ PC കുടുംബത്തിലെ പ്രമുഖ വ്യക്തിത്വം MM നദ്വി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ലാഹി കഫ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ യാനി ഖാതിഉ റഹ്മൻ. സഹോദരന്മാരെ, സഹോദരികളെ, എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ ഇരമല്ലൂർ കരയിൽ പായിപ്ര പഞ്ചായത്തിൽ 1953 ജനിച്ച് വളർന്ന് വലുതായപ്പോഴൊന്നിങ്ങനെ ഇടവണ്ണ വരുമെന്നോ ഇടവണ്ണയിൽ PC കുടുംബത്തിലെ ഒരു മെമ്പറാകുമെന്നോ എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ വിചാരിക്കേണ്ട ഒരവസരം എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ജീവിത റൂട്ട് അങ്ങനെയായിരുന്നു. 1978 ജനുവരി 1-ാം തീയതി ഇടവണ്ണയിൽ ജാമിയ നദ്വിയയിൽ ഒരധ്യാപകനായി വന്നു എന്നത് ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ആ വഴിത്തിരിവിൽ ഇടവണ്ണയിൽ ഒരു ബന്ധവും ഉണ്ടായി. ബിസിനസ് പ്രമുഖൻ O ഖാലിദ് സാഹിബ്, മതപണ്ഡിതനും വാഗ്മിയുമായ പുലത്ത് അബ്ദുൽ ലത്തീഫ്, SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സയ്യിദ് സാഹിബ്, A ജമീല ടീച്ചർ, ഷീജ, റംലത്ത് എന്നിവർ സംസാരിച്ചു. ബന്ധപ്പെടുന്നതിന് 88-89 കാലത്ത് വലിയ പേടിയോടുകൂടിയായിരുന്നു. അത്രയും വരുമ്പോൾ വലിയ ഇവിടുത്തെ ഒരു കുടുംബമാണ്.
പിന്നെ ജമീല ടീച്ചർ വഴിക്കാണ് ഈ കുടുംബമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അന്നും നിലനിർത്തി പോരുന്നുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഈ നമ്മളെ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിച്ച് ചെതറി പോയ മാതിരി ഇങ്ങനെ അങ്ങോട്ടും കുറ്റം പറഞ്ഞ് നടക്കാതെ ഒരു ഒരുമയോട് കൂടി നിന്ന് ഒരു ഒറ്റക്കെട്ടായി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇപ്പോൾ ഞാൻ വലിയ പണ്ഡിത സഭയിൽ നിന്നൊന്നും പറയാൻ കരുത്തനല്ല. പിന്നെ ഒന്ന് പറയാനല്ലേ, ഉബൈദ് ഇവിടെ സൂചിപ്പിച്ച മാതിരി ഈ ഇൻഷുറൻസിൻ്റെ ആ പരിപാടി ഒഴിവാക്കിയിട്ട് ഈ കുടുംബത്തിന് നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. അവരൊന്നിച്ചിരുന്നുകൊണ്ട് ഇതിൽ പ്രയാസപ്പെടുന്നപോലെ അതിലൊരു കുറേ കമ്മിറ്റിങ് ഇതൊന്നും ആവശ്യമില്ല. ശരിക്കും അത് ഒരു ഇൻഷുറൻസ് പറഞ്ഞൊരു ശരിയായ വശം അല്ലാത്തതുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും പാടെ ഈ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക, അങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കി ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുകയാണ് നല്ലത്. ആദരണീയരായ എൻ്റെ ഗുരുവര്യന്മാരാണ് എം എം ഉസ്താദും അതുപോലെ തന്നെ സുലൈമാൻ മദനിയുമൊക്കെ. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വവുമാണ് സയ്യിദ് സാഹിബ്, അതുപോലെ തന്നെ ഖാലിദാക്ക ഒക്കെ. പിന്നെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും ഓരോ അർത്ഥത്തിൽ ജമീല ടീച്ചർ ഉൾപ്പെടെയുള്ള ബഹുമാനരെ സഹോദരന്മാരെ സഹോദരികൾ, അസ്സലാമു അലൈക്കും. PC കുടുംബത്തിൻ്റെ ഒരു ഒത്തുചേരൽ, ഇത് ലളിതമായ അല്ലെങ്കിൽ ഹ്രസ്വമായ ഒരു ഒത്തുചേരലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. ഇവിടെ അവസാനമായി വന്ന് ആദ്യമായി പ്രസംഗിക്കേണ്ടി വന്നിരിക്കുകയാണ് എനിക്ക്. പൊട്ടണഞ്ചാലി കുടുംബ സംഗമം ഇടയ്ക്കിടെ ചേരാറുണ്ട്. നമ്മുടെ നജീബും ഉബൈദും ഇബ്രാഹിം കാക്കയൊക്കെ തന്നെയാണ് അതിന് നേതൃത്വം നൽകാറുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ പരിപാടി ഉബൈദ് ഏറ്റെടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ അമ്മാ ബഅദ്. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യ കുടുംബാംഗങ്ങളെ, അമ്മാവന്മാരെ, മറ്റ് കൂട്ടുകുടുംബ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുടുംബ ശൈഥില്യമാണ് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഓരോരുത്തരും തന്നെയാണെന്നുള്ളതൊക്കെ ഇവിടെ കഴിഞ്ഞ പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. കുടുംബ ശൈഥില്യത്തിൽ നിന്ന് എടവണ്ണയിലെ PC കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ബന്ധു ഉബൈദ് ഇങ്ങനൊരു നല്ല പരിപാടിക്ക് സംരംഭം തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് തന്നെ ഈ സദസ്സിനെ നാളെ മഹ്ശറിലേക്ക് അവനിൽ നിന്നും നമ്മളെല്ലാവരിൽ നിന്നും ഏറെ ഉപകാരപ്രദമായ സാലിഹ ഒരു കർമ്മമായിട്ട് സ്വീകരിക്കുമാറാകണമേ. ആമീൻ. കുടുംബാംഗങ്ങളെ, സദസ്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഈ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. നമ്മുടെ ഒരു സ്വാഗത പ്രസംഗം ഇവിടെ ഉബൈദ് നടത്തിയല്ലോ. ആ സ്വാഗത പ്രസംഗത്തിൽ സത്യത്തിൽ എങ്ങനെ പറഞ്ഞതാണെങ്കിലും, അവൻ തമാശയാക്കി പറഞ്ഞതാണെങ്കിലും വേണ്ടില്ല, കാര്യത്തിന് പറഞ്ഞതായാലും എന്തായാലും ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വലിയൊരു അംഗീകാരമാണ്. കേട്ട് തരിച്ചുപോയി, വിചാരിച്ചതൊക്കെ മറന്നുപോയി. നമ്മളെ പൊട്ടൻചാലി കുടുംബം, നമ്മൾ പൊട്ടൻചാലിയാൾ സ്നേഹമുള്ളവരാണ്. ഒരു കിബിറ്, അസൂയ, പോര് കുറേശ്ശൊക്കെ ആർക്കെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. പക്ഷേ പൊതുവെ നോക്കുകയാണെങ്കിൽ പാവങ്ങളാ, നല്ല സ്നേഹമല്ലോല. എന്തെങ്കിലും ഒരു വിഷമം ആരെങ്കിലും പറഞ്ഞു വന്നാൽ നമുക്ക് തട്ടാൻ കഴിയൂല. ഏറ്റവും സ്നേഹമുള്ള കുടുംബമാണ് നമ്മൾ നിലീന്. ഉദാഹരണം എൻ്റെ വാപ്പന്നെ, എൻ്റെ അമ്മ 11-12 കൊല്ലമായി